ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ശബരിമല യുവതി പ്രവേശനത്തിൽ സർക്കാരിൻ്റെ യു ടേൺ. യുവതി പ്രവേശനത്തെ എതിർത്ത് ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടാകും വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ കൈക്കൊള്ളുക. അതിനു മുൻപ് LDFിലെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തും. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്ന് ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് സർക്കാരിൻ്റെ തീരുമാനമല്ല, ദേവസ്വം ബോർഡ് സ്വമേധയെടുത്ത തീരുമാനമാണെന്നായിരുന്നു ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ എന്തായിരിക്കും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമല വിഷയം, യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമടക്കം വീണ്ടും ചർച്ചയാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സർക്കാരിനെ സംബന്ധിച്ച്, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി കൂടി ഉണ്ടാക്കിയൊരു പശ്ചാത്തലം അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആണ് ഈ ശബരിമലയിൽ സർക്കാരിൻ്റെ ഒരു മലക്കം മറിച്ചിൽ ഉണ്ടാകുന്നത്. കാരണം ഈ ശബരിമല യുവതി പ്രവേശനത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് അത് വലിയ രീതിയിൽ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. വലിയ എതിർപ്പിന് കാരണമായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചതാണ്. അതിനുശേഷം എന്തായാലും പുതിയൊരു തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് മാറ്റുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോലാഹലങ്ങളൊക്കെ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ്. അത് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സർക്കാർ ഈ വിഷയത്തിൽ, യുവതി പ്രവേശനത്തിൽ മലക്കമറിയുന്നു. യുവതി പ്രവേശനത്തെ എതിർക്കാനും ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും ഉള്ള നീക്കത്തിലേക്ക് പോകുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുമോ? ശബരിമല യുവതി പ്രവേശനത്തെ എതിർക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. അതായത് ഒരാഴ്ച മുൻപാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമുണ്ടാകുന്നത്. പക്ഷെ അന്നും സർക്കാരിൻ്റെ തീരുമാനമല്ല, ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ്, സ്വമേധയെടുത്ത തീരുമാനമാണെന്നായിരുന്നു ദേവസ്വം മന്ത്രിയുടെ വിശദീകരണം. അന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ വ്യക്തമാക്കിയ കാര്യമുണ്ട്. അതായത് ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വിശദമായി തന്നെ ചർച്ച ചെയ്താണ് അത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും ബോർഡിന് ആശയക്കുഴപ്പം ഇല്ലെന്നും നിലവിലുള്ള ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് നിലപാട് അറിയിക്കുമെന്നുമായിരുന്നു ഈ വിഷയത്തിൽ K. ജയകുമാർ അന്ന് വ്യക്തമാക്കിയത്. എന്തായാലും സർക്കാരും ആ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നമ്മൾ കേരളം കണ്ടതാണ് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട്. വി അരുണിലേക്ക്. അരുൺ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകും. അതിന് മുൻപ് LDFിലെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്ന തീരുമാനം, നിലപാട്? പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നേരത്തെയുള്ള നിലപാട് സർക്കാർ തിരുത്താൻ തന്നെയാണ് എല്ലാ സാധ്യതയും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ചർച്ചയും അത് സൂചിപ്പിക്കുന്നത്. ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം, വിശ്വാസികൾക്കെതിരല്ല സർക്കാരും CPM എന്ന നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു. കാരണം ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സർക്കാർ നിലപാട് വലിയ തിരിച്ചടി രാഷ്ട്രീയമായി ഇടതുമുന്നണിക്കും CPM-നും ഉണ്ടാക്കിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ പരാജയം ഇടതുമുന്നണിക്ക് കേൾക്കാൻ കാരണം ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സ്വീകരിച്ച നിലപാടാണ്. കോടതി പറഞ്ഞ തീരുമാനം നടപ്പാക്കി, കോടതി പറഞ്ഞതനുസരിച്ച് നിലപാടെടുത്തു. അതിനപ്പുറത്തേക്ക് സർക്കാരിന് അതിലൊരു പിടിവാശിയുമില്ല എന്ന് പിന്നീട് CPM സർക്കാരും വ്യക്തമാക്കിയതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ കൂടി താല്പര്യ സംരക്ഷണ നിലപാടെ സർക്കാർ സ്വീകരിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. നേരെ 2 ആഴ്ച മുമ്പ് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ മുൻ നിലപാട് തിരുത്തുമെന്ന സൂചനകൾ നൽകി കോടതിയിൽ അക്കാര്യം അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയതാണ്. ഇന്ന് ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്
ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. നിയമപരമായ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് മുൻ നിലപാട് തിരുത്തുന്നതിന്റെ വഴികൾ ആലോചിക്കാൻ, അല്ലെങ്കിൽ യുവതി പ്രവേശന വിഷയത്തിൽ ആചാരം സംരക്ഷിക്കുന്ന വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിന് സാധ്യത ആരായാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ നിർദ്ദേശം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശങ്ങൾ സർക്കാർ തേടിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യും. ഇത് മുന്നണിയുടെ നയപരമായ ഒരു തീരുമാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുന്നണി യോഗത്തിന്റെ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. മുന്നണി യോഗം ചേരാൻ ഇനി ദിവസങ്ങളില്ല. കാരണം നാളെ ആണ് സുപ്രീം കോടതി ഈ നിലപാട് സർക്കാർ അറിയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നണി യോഗം ചേരാൻ കാത്തു നിൽക്കില്ല. അതിനു പകരം മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളുമായി CPM നേതാക്കൾ ആശയവിനിമയം നടത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളും. മന്ത്രിസഭാ യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യും. എന്നിട്ട് നാളെ കോടതിയെ അക്കാര്യം അറിയിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള മുൻ നിലപാടിൽ നിന്ന് സർക്കാർ ഒരു യു ടേൺ എടുക്കും, വലക്കം മറിച്ച് നടത്തുമെന്ന് തന്നെയാണ് CPM സെക്രട്ടറിയിൽ ലഭിക്കുന്ന സൂചനകൾ. എക്കാലവും ആചാരം സംരക്ഷിക്കുന്ന വിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നേരത്തെയുള്ള സത്യവാങ്മൂലം ദേവസ്വം ബോർഡും സർക്കാരും തിരുത്തും. പകരം വിശ്വാസം സംരക്ഷിക്കണം, ആചാര സംരക്ഷണ നിലപാടിലേക്ക് സർക്കാർ മാറും. അത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കും എന്ന പ്രതീക്ഷയാണ് സർക്കാരും CPM-നും ഉള്ളത്. കാരണം ഹൈന്ദവ സമൂഹത്തിന്റെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് ആവശ്യമാണ്. ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം സർക്കാരിന്റെ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ലെന്ന സർക്കാർ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സമീപനത്തിലേക്ക് സർക്കാർ കടക്കാം. അത് നാളെ സുപ്രീം കോടതി നൽകുന്ന സത്യവാങ്മൂലത്തിലൂടെ ആ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കാം. സർക്കാരിനെതിരെ നേരത്തെ ഉയർന്ന അരുൺ, 2018 സെപ്റ്റംബർ 8-നാണ് യുവതീ പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ് വരുന്നത്. അവിടെ പുനഃപരിശോധന ഹർജികൾ വന്നപ്പോൾ സർക്കാർ വിധിയെ അനുകൂലിച്ചിരുന്നു. പിന്നീട് നവോത്ഥാന സമിതി, വനിതാ മതിൽ, അങ്ങനെ യുവതീ പ്രവേശനത്തിനൊപ്പം നിൽക്കുന്ന സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഇതിൽ മലക്കം മറിയുമ്പോൾ അന്ന് സ്വീകരിച്ച നിലപാട്, 2018 സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തെറ്റായിരുന്നുവെന്ന് തുറന്നു പറയാനുള്ള ഒരു മനോഭാവം സർക്കാർ കാട്ടുമോ? മാത്രമല്ല, ഇത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിയിൽ നിന്നും വലിയ രീതിയിൽ അകലുന്നുണ്ട്. ഇത് ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഏകീകരണം. പക്ഷേ ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനപ്പുറം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ആ വിഷയം അത് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ യുവതീ പ്രവേശനത്തിൽ ഇത്തരമൊരു നിലപാട് മാറ്റം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണോ സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ പ്രതീക്ഷ? സ്വാഭാവികമായും സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് നേരത്തെ സുപ്രീം കോടതിയാണ് യുവതീ തീരുമാനമെടുത്തത്. അതിന് സർക്കാർ സ്വാഭാവികമായും സുപ്രീം കോടതി തീരുമാനമെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് കോടതി നിലപാട് നടപ്പാക്കി, കോടതി ഉത്തരവ് നടപ്പാക്കി, അത് മാത്രമാണ് സർക്കാർ ചെയ്തത്. അതിനപ്പുറത്തേക്ക് സർക്കാർ ഒരു പിടിവാശിയോ സ്ഥാപിത താല്പര്യങ്ങളോ ഉണ്ടായിരുന്നില്ല നിലപാടാകും സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. അതായിരിക്കും CPM-ന്റെ വിശദീകരണം. നേരത്തെ അത് അത്തരം നിലപാടെടുത്തത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് മാത്രമല്ല, വിശ്വാസികളിൽ അത് വലിയ അപമതിപ്പുണ്ടാക്കി. വിശ്വാസികളുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നിലപാട് തിരുത്തുന്നതാകും കോടതി അറിയിക്കാൻ പോകുന്നത്. അത്തരമൊരു തീരുമാനമാകും സർക്കാർ കൈക്കൊള്ളുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉയർന്നു വന്ന അഭിപ്രായം അതുതന്നെയാണ്. ഇടതു മുന്നണി നേതാക്കൾക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ തീരുമാനം സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് അത്തരമൊരു സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം നടപ്പാക്കി. അതിനപ്പുറത്തേക്ക് സർക്കാർ എടുത്ത തീരുമാനമല്ല, സർക്കാരല്ല യുവതീ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി നിലപാട് ചോദിച്ചപ്പോൾ അത് അറിയിക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാർ അക്കാലത്ത് പിടിവാശിയുടെ നിലപാടിലേക്ക് CPM മാറും. സർക്കാരും ആ നിലപാടാകും സ്വീകരിക്കുക. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വലിയൊരു മലക്കം മറിച്ചിലുണ്ടായിരിക്കുന്നു. യുവതീ പ്രവേശനത്തെ എതിർക്കാനും അതോടൊപ്പം ആചാര സംരക്ഷണത്തെ അനുകൂലിക്കാനുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകും. പിന്നീട് നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കും.